നമസ്കാരം. അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട് വിദേശ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ പച്ചക്കള്ളമെന്ന് കേന്ദ്ര സർക്കാർ. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫാക്കിയത് സീനിയർ പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആണെന്ന് സൂചിപ്പിക്കുന്ന അമേരിക്കൻ മാധ്യമം വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഉന്നത സർക്കാർ വൃത്തങ്ങളുടെ പ്രതികരണം. കോക്പിറ്റ് റെക്കോർഡിംഗിലൂടെ ലഭിച്ച രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം വളച്ചൊടിച്ച് സീനിയർ പൈലറ്റ് ഇന്ധന നിയന്ത്രണ സ്വിച്ച് മനഃപൂർവ്വം ഓഫാക്കിയതാണെന്ന് കാണിക്കുകയാണെന്നും എന്നാൽ ഇതിൽ വാസ്തവമില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. വിമാനത്തിലെ പൈലറ്റ് സുമിത് സബർവാളിന്റെ പിതാവ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്ന് വിരമിച്ചയാളാണ്. സുമിത് സമ്മർദ്ദത്തിലായിരിക്കുമെന്ന വാദങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കാരണങ്ങളൊന്നുമില്ലെന്നും വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് വാൾ സ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ട് പുറത്തു വന്നത്. വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നുവെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത് ഉദ്ധരിച്ചാണ് വാൾ സ്ട്രീറ്റ്, റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചപ്പോൾ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നുള്ള ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. ഫസ്റ്റ് ഓഫീസറായിരുന്ന ക്ലൈവ് കുന്ദ്ര ക്യാപ്റ്റൻ സുമിത്തിനോടാണ് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. താനല്ല ഓഫ് ചെയ്തതെന്ന് അദ്ദേഹം മറുപടി നൽകുന്നതും കേൾക്കാം. ഇതാണ് വളച്ചൊടിക്കുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷകർ. ഇതെല്ലാം നേരത്തെ പുറത്തു വന്ന വിവരങ്ങളാണ്. ഇതിനെയാണ് വാൾ സ്ട്രീറ്റ് ജേണൽ വളച്ചൊടിക്കുന്നത്. വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ലഭ്യമായ തെളിവുകൾ പരിശോധിച്ച US അധികൃതരെ ഉദ്ധരിച്ചാണ് US മാധ്യമത്തിന്റെ റിപ്പോർട്ട്. ബ്ലാക്ക് ബോക്സ് റെക്കോർഡിംഗ് സൂചനകൾ പ്രകാരം ക്യാപ്റ്റൻ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫാക്കിയതായിട്ടാണ് US ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തലെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ സൂചിപ്പിക്കുന്നു. വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസറായ ക്ലൈവ് കുന്ദർ ക്യാപ്റ്റനായ സുമിത് സബർവാളിനോടാണ് എന്തിനാണ് ഫ്യൂവൽ സ്വിച്ചുകൾ കട്ട് ഓഫ് ചെയ്തതെന്ന ചോദ്യം ചോദിച്ചതെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിലുള്ളത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ 2 പൈലറ്റ്മാരാണ് ഉണ്ടായിരുന്നത്. 56-കാരനായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ 15,638 മണിക്കൂർ വിമാനം പറത്തി പരിചയസമ്പന്നനായ പൈലറ്റാണ്. വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസറായ 32-കാരൻ ക്ലൈവ് കുന്ദർ 3,403 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ളയാളാണ്. എയർ ഇന്ത്യ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ട് മുൻപ് കോക്പിറ്റിൽ നടന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖ ബ്ലാക്ക് ബോക്സ് പരിശോധനയിലൂടെ നേരത്തെ ലഭ്യമായിരുന്നു. ഇത് ആരോടാണ് ചോദിച്ചതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ ക്യാപ്റ്റൻ സുമിത് സബർവാളിനോട് വിമാനം പറത്തിയിരുന്ന ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ ചോദിച്ചതാണെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത്. അപകടത്തിൽപ്പെട്ട ബോയിങ് 787 വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നുവെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകളോട് ഇന്ത്യയിലെ വ്യോമയാന മന്ത്രാലയം, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തുടങ്ങിയവ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് സംബന്ധിച്ച് പ്രതികരിക്കാൻ ബോയിങ്ങും വിസമ്മതിച്ചെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകളെ പൈലറ്റ്മാരുടെ സംഘടനയും തള്ളിക്കളഞ്ഞു. പൈലറ്റ്മാരുടെ മേൽ കുറ്റം ചുമത്തുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച സംഘടന അപകടത്തിൽ പൈലറ്റ്മാരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപിച്ചു. അതിനിടെ ബോയിങ് 787 വിമാനങ്ങളുടെ ഇന്ധന സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനത്തിന് സാങ്കേതിക തകരാറുകൾ ഇല്ലെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. രാജ്യത്തെ ബോയിങ് 787 വിമാനങ്ങളിൽ നടത്തിയ പരിശോധനാ ഫലമാണ് എയർ ഇന്ത്യ പുറത്തുവിട്ടത്. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിന് പിന്നാലെ ബോയിങ് വിമാനങ്ങളിലെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ പരിശോധിക്കാൻ രാജ്യത്തെ വിമാന കമ്പനികളോട് വ്യോമയാന ഡയറക്ടർ ജനറൽ ഉത്തരവിട്ടിരുന്നു.